ഓക്കെ സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ഹലോ 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 ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത്? ഹലോ 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 മാഡം പറഞ്ഞോളൂ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. പേര് ഫരീദ. പറഞ്ഞോളൂ മാഡം. എനിക്ക് എന്റെ ഈ പല്ലിന്റെ ഈ നടുവിലെ ഒരു ഗ്യാപ്പ്, ഒരു വലിയൊരു വര, അത് ഈ സെന്ററില് രണ്ട് പല്ലും തമ്മിലൊരു ഗഡവ് സെന്ററില്. അത് എന്താ അതിനുള്ള വല്ല ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ? ഉണ്ട്. ആ വിടവ് ആകെ ഒരു 2 പ്രാവശ്യം വന്നാൽ മതി, അത് തീർത്ത് ശരിയാക്കി തരാം. 2 പ്രാവശ്യം? അതെ, ഒരാഴ്ച ഇന്റർവെല്ലിൽ വന്നാൽ മതി. ഡോക്ടർ എവിടെയാണ് ഇരിക്കുന്നത്? ഒന്ന് കോലഞ്ചേരിയിൽ ഞങ്ങൾക്ക് ഒരു ഓഫീസുണ്ട്, ക്ലിനിക്ക് കോലഞ്ചേരിയിൽ ക്ലിനിക്കുണ്ട്. പിന്നെ എറണാകുളത്ത് മറൈൻ ഡ്രൈവില് GCDA ഷോപ്പിംഗ് കോംപ്ലക്സില് ഒരു ക്ലിനിക്കുണ്ട്. 2 ക്ലിനിക്കുണ്ട്. പിന്നെ ഈ പല്ലിന് നമുക്ക് കുറെ മുമ്പുള്ളത് ഒരു യെല്ലോ കളറ്, അത് എത്ര നമ്മൾ ബ്രഷ് ചെയ്തിട്ടും എത്ര ക്ലീൻ ആയി കിട്ടും, അത് അങ്ങോട്ട് പോണില്ല. പല്ലുകൾക്കൊക്കെ ഒരു യെല്ലോ കളറും ഉണ്ട് അതിൽ കൂടെ തന്നെ. അത് നമുക്ക് ബ്ലീച്ച് ചെയ്ത് ശരിയാക്കുന്ന ഒരു പണിയുണ്ട്. പക്ഷെ ക്ലീനിങ് ചെയ്യുമ്പോഴും ഒന്നും അത് പോണില്ല. അതേപോലെ തന്നെ ഡോക്ടർമാര് പറയും ക്ലീൻ ചെയ്യാന്ന് പറയും. അപ്പൊ ക്ലീൻ ചെയ്ത് തന്നെ പല്ല് വൃത്താവില്ലല്ലോ. പിന്നെ ഒന്ന് ചെയ്യാവുന്നത് ബ്ലീച്ച് ചെയ്യാന്നുള്ളതാണ്. ബ്ലീച്ച് ചെയ്താലും അത് പെർമനന്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ കാരണം വെച്ചാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ വിടവ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോ ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണെന്നല്ലേ? അത്രമാത്രം പല്ലും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ. തീരെ അങ്ങ് മഞ്ഞ നിറം പിടിച്ചിരിക്കുകയാണോ ചെയ്യുന്നേ? അല്ല, മഞ്ഞ നിറം ഇല്ല, ഇല്ല, ഒരുവിധം ഉണ്ട്. അതാ അങ്ങനെ ഡാർക്കായിട്ടൊന്നുമില്ല. വലിയ വൃത്തികേടാണെങ്കിൽ നമുക്കത് വലിയ വൃത്തികേടില്ല, അത് ക്രൗൺ ചെയ്തോ ലാമിനേറ്റ് ചെയ്തോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പെർമനന്റ് ആയിട്ട് മാറ്റിയെടുക്കാം. ചെറുതായിട്ടുള്ളൂ. പിന്നെ ഈ പല്ലിന്റെ ഇടയിൽ വരുന്ന ഈ 2 പല്ലും തമ്മിലുള്ള വിടവുണ്ടല്ലോ, അതെന്ത് ചെയ്യും? അതൊന്ന് കൊണ്ട് കാണിച്ചു തരണം. എന്താ ചെയ്ത്, എങ്ങനെ ചെയ്ത് താത്താൻ പറ്റും, എത്രമാത്രം പൊങ്ങിയിട്ടുണ്ട്, എത്ര വിടവുണ്ട് എന്നനുസരിച്ചിട്ട്. ഇപ്പൊ 2 പല്ല് വിടവ് അടച്ചു തരാന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല, ചെയ്തു തരാം. ഇടയ്ക്കിടയ്ക്ക് പല്ലിന് ഇടയ്ക്കിടയ്ക്ക് കേട് വരുന്നുണ്ട്. അതിപ്പോ ഇവിടെ ഡോക്ടർ കാണിക്കുമ്പോ ഡോക്ടർമാരങ്ങനെ അടച്ചു തരാറുണ്ട്. അടച്ചു തരാറും തന്നെ അത് ഇങ്ങനെ നിക്കാറില്ല. അത് അടച്ചു തന്നാൽ സൂക്ഷിച്ചാ പിന്നെ പോവില്ല. ഞാനിപ്പോഴേ 44 കൊല്ലമായി പ്രാക്ടീസ് ചെയ്യുന്നു. 1965 പ്രാക്ടീസ് തുടങ്ങിയതാ. അന്ന് അടച്ചു വിട്ടേക്കണ ഫില്ലിങ്സ് ഇപ്പോഴും പോകാതിരിക്കുന്നു. കുറെയൊക്കെ പണിയുടെ വ്യത്യാസം കാണുന്നു. ഓക്കെ മാഡം, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ സർ, അതുപോലെ തന്നെ ഇപ്പൊ ഒരു മഞ്ഞ നിറം എന്നൊരു പ്രശ്നം ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറയാനുള്ളത്, അതിന്റെ ഒരു കാരണം എന്താണ് സർ ശരിക്കും? അത് പുറമേ ഉള്ള സ്റ്റെയിൻസ് പറ്റി പിടിക്കുന്ന ആകാം മഞ്ഞ നിറം ഉണ്ടാവുന്നത്. ചിലർക്ക് അത് ടാർട്ടാർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് പല്ലിലുള്ള മഞ്ഞ നിറത്തിലുള്ള കക്ക പറ്റി പിടിച്ചത് പല്ല് മുഴുവൻ മഞ്ഞ നിറമായി പോകും. ചിലർക്ക് അത് കറുപ്പ് നിറത്തിലുള്ള ടാർട്ടാർ ഡെപ്പോസിറ്റ് ആയിരിക്കും. അതൊക്കെ ക്ലീൻ ചെയ്താൽ മാറും. ഈ മറ്റു ചിലത് പല്ലിൽ സ്റ്റെയിൻ പറ്റുന്നതായിരിക്കും. ടൊബാക്കോ സ്റ്റെയിൻ വലിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കണ്ടമാനം ചായ കുടിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ടോണിക്സ് കഴിക്കുന്നവർക്ക്, അയൺ ടോണിക്സ് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ കഷായം, ലേഹ്യം ഇതൊക്കെ കഴിക്കുന്നവരുടെ പല്ല് കറുപ്പ് നിറത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിറത്തിലോ മാറിപ്പോകും. അങ്ങനെയുള്ളതും ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന സാധനം ഏതാണെന്ന് കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ പല്ലിന്റെ നിറം വരുത്തി അങ്ങനെ പെർമനന്റ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ കൂടെ പിന്നെയും പല്ല് ക്ലീൻ ചെയ്യും. അപ്പൊ അത് നിറം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്താലും പോകാത്തതാണെങ്കിലാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബ്ലീച്ച് ചെയ്യാന്നൊരു വഴിയുണ്ട്. പക്ഷെ ബ്ലീച്ച് ചെയ്താലും അതിനൊരു പെർമനൻസി, അതിന്റെ റിസൾട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. പിന്നെയും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ സാർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? സലീം, മലപ്പുറം. പറഞ്ഞോളൂ സാർ. എന്റെ മകളുടെ 8-9 വയസ്സായി. എന്റെ മകൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. പല്ല് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അത് ഇപ്പോ കമ്പിടണോ എന്നാണ്. 9 വയസ്സല്ലേ ആയുള്ളൂ? അതെ അതെ. ആ കുട്ടി വാ തുറന്ന് കിടന്നാണോ ഉറങ്ങണേ? ശ്രദ്ധിക്കാറുണ്ടോ? വായ തുറക്കാറുണ്ട്. രാത്രി ഉറങ്ങുമ്പോ വാ തുറന്ന് വായിക്കിട്ടാണോ ശ്വാസം വിടുന്നേ? അതുപോലെ തന്നെ കൈ കുടിക്കുവോ? ഇല്ല 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 ഇല്ല. ഈ കുപ്പിപ്പാൽ കൊടുത്താണോ? കൊച്ചായിരുന്ന സമയത്ത് കുപ്പിപ്പാലാണോ കുട്ടിക്ക് കൂടുതൽ കൊടുക്കാറ്? അങ്ങനെ കൊടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ തുറന്ന് കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതൊരു രോഗമാണ്. അതായത് മൂക്കിക്കടെ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് തുറന്ന് കിടന്ന് ഉറങ്ങണത്. അതെ. അപ്പൊ അതൊരു ENT സർജനെ ഒന്ന് കാണിച്ചിട്ട് ഈ മൂക്കിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. മുഖത്തിന്റെയും പ്രശ്നമല്ല. പിന്നെ അതുപോലെ എന്റെ മകനും ഉണ്ട്, 12 വയസ്സായി. അവനും പല്ല് പൊങ്ങിയാണ് ഇരിക്കുന്നത്. മേലെ വരിത്ത പല്ല് പൊങ്ങിയാണ് ഇരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ചോദിച്ചോട്ടെ, അപ്പന്റെ അമ്മയുടെയും പല്ല് പൊങ്ങിയതാണോ?
അല്ല പൊങ്ങിയതല്ല. അമ്മക്ക് പൊങ്ങിയിട്ടില്ല. പക്ഷെ അങ്കിൾസിന് ആരെങ്കിലും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ടവർക്ക് പല്ല് പൊങ്ങിയതുണ്ടെങ്കിൽ വൈഫിന്റെ ഫാമിലിയില് പൊങ്ങിയിട്ടുണ്ട്. വൈഫിന്റെ ഫാമിലിയിൽ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ എന്റെ ഫാമിലിയിലും എന്റെ മദറിന് പൊങ്ങിയിട്ടാണ്. അപ്പൊ ഈ പാരമ്പര്യം ഇങ്ങോട്ട് പോരുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴും പൊങ്ങി വരും. അപ്പൊ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട, അത് ശരിയാക്കിയെടുക്കാം. അതുപോലെ എന്റെ മേൽവരിയിലെ പല്ല് കുറച്ച് പൊങ്ങിയതല്ല. പക്ഷെ ഇപ്പോ സാറ് പറഞ്ഞതുപോലെ ഈ നമ്മളെ മോണ പൊങ്ങിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യാൻ പറ്റുമോ? അതൊന്ന് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഈ സർജറി കൂടാതെ ശരിയാക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കി തരാം. അല്ലെങ്കിൽ സർജറി ചെയ്ത് ശരിയാക്കണം. അത് സർജറി ചെയ്യാതെ ഈ പൊങ്ങിയത് നമ്മൾ എടുത്തുനിന്ന് കമ്പിട്ട് കഴിഞ്ഞാല് സാർ അത് എത്ര വയസ്സുണ്ട്? എനിക്ക് 40 വയസ്സുണ്ട്. കമ്പിയിട്ടും ശരിയാക്കാം. പക്ഷെ അത് കമ്പിയിട്ട് ശരിയാക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ആണല്ലേ? അപ്പൊ അതൊന്ന് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാലേ. ഞാന് ചെറുപ്പത്തിൽ വിരല് കുടിച്ചിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഈ മോണ പൊങ്ങും സാറേ. കൈ കുടിച്ചാ പൊങ്ങും കുറെ. അത് പിന്നെ ഒരു 2-3 വയസ്സ് വരെയൊക്കെ കുടിച്ചിരുന്നോണ്ട് വലിയ കുഴപ്പമില്ല. ചില പിള്ളേരെ 8-9 വയസ്സ് വരെയൊക്കെ. ഞാൻ ഒരു 5 വയസ്സ് വരെ കുടിച്ചിരുന്നു. അങ്ങനെ വരുമ്പോ കൂടുതൽ പൊങ്ങും. കൈവിരല് ശോഷിച്ചും പോകും. അങ്ങനെയുണ്ട്. ഓക്കെ സർ. ഓക്കെ. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ കൊണ്ട് കാണിക്കാം. ഓക്കെ.